ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടുള്ള 150ഓളം വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു മനയിലാണ്. ഈ മന ഇപ്പോൾ ഓൾറെഡി ആയുർമഠത്തിൻ്റെ കീഴിലാണ്. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ വെള്ളപ്പാണ്ട്, സോറിയാസിസ് അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന മൈഗ്രെയിൻ, ആസ്മ, ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചികിത്സ ചെയ്ത് മാറ്റിയെടുക്കുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഞാൻ വളരെ യാദൃശ്ചികമായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടാനിടയായ ഒരു റയർ പേഴ്സണാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൗതുകം തോന്നി. കാരണം ഒരു മനുഷ്യന് നടക്കില്ല അല്ലെങ്കിൽ മാറില്ല എന്ന് വിചാരിക്കുന്ന പല രോഗങ്ങളും മാറ്റാൻ കഴിവുള്ള ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ എനിക്ക് തോന്നി ഈ വെള്ളപ്പാണ്ട് എൻ്റെ പരിചയത്തിൽ തന്നെ പലരും ഉണ്ട്. അതുപോലെ മൈഗ്രെയിൻ എനിക്ക് കുറേ അധികം ആൾക്കാരെ അറിയാം, പല മരുന്ന് കഴിച്ചിട്ടും മാറാത്തവർ. അപ്പോൾ ഇവിടെ പറയുന്ന രീതിയിലുള്ള മരുന്നുകളും ട്രീറ്റ്മെൻറ്റും എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറുന്ന എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നു. മാറിയിട്ടുള്ള രോഗികളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു തരുന്നു. നമ്മളുടെ ഈ വീഡിയോൻ്റെ അവസാനം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഞാൻ കൂടുതലും മൈൻഡിൻ്റെ വീഡിയോസാണ്, മൈൻഡ് ട്രെയിനിങ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ചെയ്യണം. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി വീക്കാവും. അതുപോലെ മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരീരത്തിനും ബാധിക്കും. അപ്പോൾ ശരീരവും മനസ്സും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടും ബാലൻസ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇവിടെ വളരെ ഇവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്വാത്മാ രാമദാസ് വാസുദേവ യോഗിയുടെ ജീവ സമാധി മണ്ഡപം ഇവിടെയുണ്ട്. അത് ജസ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ആയുർമഠത്തിൻ്റെ ആചാര്യനായ ഡോക്ടർ അനൂപ് പൂമഠത്തിനെ നമുക്ക് പരിചയപ്പെടാം. സാറേ, ഞാൻ ഈ മന കണ്ടപ്പോൾ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു സംശയമാണ്. സാധാരണ ഞാൻ വേറെ മനകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയൊരു വാതിൽ, ആ വാതിലിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? ആന കയറുന്ന വാതില്, ഈ വാതില് ഇത് വലിയൊരു ചരിത്ര, ഐതിഹ്യമല്ല ചരിത്ര. നമ്മുടെ സ്വാത്മാ രാമദാസ് വാസുദേവ യോഗി അദ്ദേഹം കൊല്ലങ്കോട് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് അന്നത്തെ യുവരാജാവ് 7 ദിവസം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ പിടിച്ചിട്ട് ജയിലിലിട്ടു കഴിഞ്ഞ് 7 ദിവസം ജയിലിൽ കിടന്നു. 7ാമത്തെ ദിവസം ആൾ മരിച്ചു. എന്നിട്ടാണ് മറ്റ് രാജാക്കന്മാരെല്ലാവരും കൂടെ ഇദ്ദേഹത്തിനെ തുറങ്കുന്ന് മോചിപ്പിച്ച് വെക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ആനേനെ നടുയിരുത്താൻ കൊണ്ടുവന്നു. ഈ അടുത്ത കാലത്ത് വരെ ആന ഉണ്ടായിരുന്നു. ആനേനെ നടുയിരുത്താൻ കൊണ്ടുവന്നു. ആനയെ നടയിരുത്താൻ കൊണ്ടുവന്നപ്പോൾ ആന പുറത്താണല്ലോ. അപ്പം ഇദ്ദേഹത്തിനോട് ആനേനെ ഒന്ന് ഏറ്റുവാങ്ങാൻ പറഞ്ഞു. അതേ പറഞ്ഞാൽ പറ്റില്ല, ഞാനുള്ള സ്ഥലത്തേക്ക് ആന വരണം, ആനുള്ള സ്ഥലത്തേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ആന കയറുന്നത് പോലെ ഈ വാതിലങ്ങ് മാറ്റി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആന കയറി വന്നു. അവിടെ ഇരുന്നിട്ടാണ് വൈദ്യര് ഈ ആനയെ സ്വീകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആനയ്ക്ക് കയറാൻ വേണ്ടി ഉണ്ടാക്കിയ വാതിലാണ്. അന്നത്ര പത്ര റിപ്പോർട്ടുകളിലും ഇതിലൊക്കെ അത് ധാരാളമാണ്. അത് ആ കാലഘട്ടത്തിൽ അത്രയും വാർത്തയാക്കാണ് സംഭവിക്കുന്നത്. വാർത്ത ഇതാ ഞാൻ പറഞ്ഞത്. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടി. കണ്ടോ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണത്.
നോക്കിയ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വടിയാണ്. ഇതിനും എത്ര വർഷം പഴക്കം ഉണ്ടാവും? അദ്ദേഹത്തിന്റെ അത്രയും പഴക്കമുണ്ടല്ലോ. അത്രയും പുരാതനമായിട്ടുള്ള ഒരു സ്റ്റിക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1976 അദ്ദേഹത്തിന്റെ സമാധി, ജീവസമാധി. അതിനുശേഷം വർഷങ്ങളോളം എല്ലാവരും പേടിച്ചിരുന്നാണ് ഈ വനാട്. ഒരാളിങ്ങോട്ട് വരില്ല, കാരണം അത്രയും നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലമല്ലേ. പിന്നീട് നമ്മൾ വന്നിട്ട് 2017 ഇത് ഏറ്റെടുക്കുന്നത്. 2017 ഏറ്റെടുക്കും, മുഴുവൻ കാട് മൂടി കിടക്കുക. 2017 സാർ ഇത് ഏറ്റെടുത്തു അല്ലേ? അതെ. ഇത് ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം ഇവിടെ ഒരു 3000-ലധികം താളിയോല ഗ്രന്ഥശേഖരമുണ്ട്. ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പത്തായത്തിൻ്റെ ഉള്ളിൽ നിറയെ താളിയോലകളാണ്. ഇതുപോലെ ഇതിൻ്റെ ഒരു 4 ഇരട്ടി വലുപ്പമുള്ള വേറൊരു പത്തായമുണ്ട്. ആ പത്തായം ഒരിക്കലും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചോയ്വെതിരെന്ന് അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ഒരു അറിയപ്പെടുന്ന ഒരാളാണ് മാധവ് സ്വാമി എന്ന് പറഞ്ഞിട്ട്. 100-ലധികം തവണ ശബരിമല പോയി ഗുരുസ്വാമിയായിട്ട് ശബരിമല പോയ ഒരാൾ. ഈ അടുത്താണ് അദ്ദേഹം സമാധിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാത്മരാമദാസ് വാസ്തവയോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അദ്ദേഹം മരണം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം രാവിലെ 5 മണിക്ക് വരും, വൈകുന്നേരം 6 മണിക്ക് ഇവിടുന്ന് പോകുള്ളൂ. അദ്ദേഹം വന്നിട്ട് വാതിൽ തുറക്കുന്നത്. എന്നതിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ അറിയുന്ന ഒരാളാണ്. ഇത് ശരിക്കും എത്ര നില വരെ ഈ ബിൽഡിംഗ്? ശരിക്കും 3 നില. 3 നിലയാണ് അല്ലേ? 3-ാമത്തെ നിലയിൽ അത് പാക്കാണ്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒരു 2 നിലയായിട്ടാണ് ഫീൽ ചെയ്യണം. നമുക്ക് കാണാം. സാർ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഓക്കെ വന്നോട്ടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്ര റൂമുണ്ടെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെയ്സ് പോലെ റൂംസാണ്. ഇത് കഴിഞ്ഞാൽ ഇത് റൂം. നമ്മുടെ ഓരോ റൂമിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാലുള്ള സൈസാണത്. ഓരോ റൂമിന്റെ സൈസ് ഇതാണ്. എന്തായാലും ഇത്രയും പുരാതനമായിട്ടുള്ള ഒരു മന നമുക്ക് അവിടെ വരാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആണ്. ശരിക്കും അപ്പൊ ആന ഈ വലിയ കവാടത്തിലൂടെ എൻട്രി ചെയ്ത് പിന്നെ അങ്ങനത്തെ എത്ര വാതിലുണ്ട് ആനക്ക് പ്രവേശിക്കണം? ഇത് അടുത്ത വാതിലാണ് ആനക്ക് എൻട്രി വെക്കാവുന്ന രീതിയിലുള്ള അല്ലേ? ഇത് മുഴുവൻ മണിച്ചത്താഴ് പൂട്ടുകളായിരുന്നു. ലോക്ക് ഉണ്ടായിരുന്നു ഇവിടെ, അത് കണ്ട അതിന്റെ പാടുകൾ. 700 കിലോന്റെ അടുത്ത് പഞ്ചലോഹത്തിലുള്ളതായിരുന്നു. ഫ്രണ്ട് വാതിലിൽ നിന്ന് മെയിൻ ഡോറിൽ നിങ്ങൾക്ക് കാണാം. ഇത് മുഴുവൻ ഇദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം കുത്തിപ്പൊളിച്ചെടുത്ത് കൊണ്ടുപോയതാണ് കള്ളന്മാര്. അങ്ങനെ MSP ക്യാമ്പിലായിരുന്നു, അവിടെ നിരോധനാജ്ഞയൊക്കെ ആയിരുന്നു. ഇതിന്റെ ഉള്ളില് കണ്ടോ ഒരു സ്ലാബ് റൗണ്ട്, അതിന്റെ അടിയിൽ വേറൊരു കിണറാണ്, മണിക്കിണർ എന്ന് പറയും. ഇത് ക്ഷേത്രത്തിന്റെ ഭാഗമല്ല. ക്ഷേത്രത്തിന്റെ ഉത്സവം ഇവിടുന്നാ തുടങ്ങുന്നത്. ഇവിടുത്തെ നിലവറയെന്ന് വെളിച്ചപ്പാടുന്നാ തുടങ്ങുന്നത്. ഈ കുളത്തുനിന്ന് ആറാട്ട് നടത്തിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോവുക. വലിയ താലപ്പൊലിയായിട്ട് ആന അത്രയും സേഫായിട്ട് കെയർ ചെയ്യുന്ന ഒരു കിണറോ അല്ലേ? പിന്നെ ഇതിന് വേണ്ടി മാത്രം, ഒരിക്കലും പറ്റില്ല. അതുപോലെ ഒരു മേൽക്കൂരയിൽ ഗ്ലാസ് ആണ് വെളിച്ചം കിട്ടാൻ അല്ലേ?
വെറും മണ്ണും മരം കൊണ്ടും മാത്രമാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. ഉം. കാരണം അന്നത്തെ കാലത്ത് ഈ സിമെന്റ് കല്ല് പരിപാടികളൊന്നും ഇല്ലല്ലോ. അതെ, കൂടുതൽ ഏത് വുഡായിരിക്കും ഇതിനകത്തൊക്കെ ഉപയോഗിച്ചേക്കണം? മുഴുവൻ തേക്ക്, ആഹാ. തേക്ക്, റോസ് വുഡ്, ഈട്ടി. ആ. ബെൻസേട്ടാ, ആ കാണുന്നതാണ് കുളം. ഇതാണ് ക്ഷേത്രക്കുളം. ഓ. ഈ ക്ഷേത്രക്കുളത്ത് നിന്ന് ഇനിയിപ്പം നിങ്ങൾക്ക് മാർച്ച് മാസം വന്നു കഴിഞ്ഞാൽ അറിയാം, ഇവിടുന്ന് താലപ്പൊലി, ഇവിടെ ക്ഷേത്രത്തില് ഉത്സവമൂർത്തിനെ അവിടെ ആറാട്ട് നടത്തി, തന്ത്രിമാർ വന്ന് ആറാട്ട് നടത്തി, ഇവിടുന്നാണ് താലപ്പൊലി ഏറ്റവും അപ്പുറത്തെ ക്ഷേത്രത്തിലേക്ക് പോവുക. ഓ. വലിയ പരിപാടി, വലിയ 7 ദിവസമുള്ള ഉത്സവമാണ്. ഭയങ്കര ഉത്സവമാണ്. അത് ഏത് മാസമാണ് വരുന്നത്? മാർച്ച്. മാർച്ചിൽ. ലൈറ്റുകളാവേ. ഇവിടുന്ന് ആ കുളത്തിലേക്കുള്ള ഒരു ഭയങ്കര വ്യൂ ഉണ്ട്. ലൈറ്റ് ഇല്ലല്ലേ? ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. വേണ്ട, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇരുട്ടി കൂടി തന്നെ പോവാല്ലേ? ഇരുട്ടി കൂടി വാ, ഇരുട്ടിട്ടിട്ട് വാ. നമ്മുടെ കുളം. സാറേ, അപ്പോഴേ നമ്മൾ ആയുർവേദത്തിൽ പ്രധാന ചികിത്സകൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം? അത് പറയുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് ഉണ്ട്, ആനന്ദവേദ. 2000-ലാണ് നമ്മളതിൻ്റെ റിസർച്ചസൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെഡിസിൻസിന് നമ്മൾ പേറ്റൻറ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നത്. 2007 നമുക്ക് പേറ്റന്റ് കിട്ടുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ 90% നമ്മളുടെ തന്നെ റിസർച്ച് പ്രൊഡക്ട്സുകളാണ്. അത് പ്രധാനമായും ആയുർവേദം, സിദ്ധവൈദ്യം, ടിബറ്റൻ മെഡിസിൻ. ടിബറ്റൻ മെഡിസിനിലെ കുറേ ഹെർബൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം, കൂടാതെ നേപ്പാൾ, ഭൂട്ടാൻ എല്ലാം യാത്ര ചെയ്ത് ഒരുപാട് മഹാന്മാരായ ഗുരുക്കന്മാർ അവരുടെ ഉപദേശവും അവർ തന്ന യോഗങ്ങളും അറിവുകളും വളരെ രഹസ്യമായിട്ടുള്ള അറിവുകളുമാണ് പിന്നീട് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ നമ്മുടെ മെഡിസിൻസാക്കി നമ്മൾ മാറ്റുന്നത്. നിലവിൽ 30-ലധികം പ്രൊഡക്റ്റുകൾക്ക്, മെഡിസിൻസിന് നമുക്ക് പേറ്റന്റുകളുണ്ട്. സാറേ, ഈ ഇവിടെ ഈ സോറിയാസിസ്, അതുപോലെ വെള്ളപ്പാണ്ടിൻ്റെ ഒരു ഫോട്ടോ സാറിനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഫോണിൽ. അതാണ് എനിക്ക് കൂടുതൽ ഭയങ്കര അത്ഭുതം തോന്നിയത്. കാരണം ആദ്യം വരുമ്പോഴുള്ള രോഗിയുടെ അവസ്ഥയും പിന്നീട് ഒരു 3 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ തീർന്നിട്ടുള്ള കാലാവധി വരുന്ന ആ സമയത്തുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകളൊക്കെ ചെയ്തപ്പോൾ ബേസിക്കലി ഞാനൊരു ആയുർവേദ ഡോക്ടർ അല്ല. ഞാനൊരു കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റാണ്, ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഹെർബലിസം എന്നുള്ളത് നമ്മുടെ ഒരു പാഷനാണ്. എൻ്റെ ഭാഗമായിട്ട് ഈ ഒരുപാട് യാത്രകളൊക്കെ, പിന്നെ 5 വർഷത്തോളം സിദ്ധവൈദ്യം പൂവാറിൽ താമസിച്ചു പഠിച്ചു. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രധാന ചികിത്സകൾ മറ്റുള്ളിടത്ത് ഇല്ലാത്തത് സ്വാഭാവികമായിട്ടും നമ്മൾ വാതരോഗങ്ങളും ചെയ്യും. പക്ഷേ ഇവിടെ ആയുർമഠത്തിൻ്റെ ഒരു പ്രത്യേകത, ആയുർവേദ, സിദ്ധ, പ്രകൃതി ജീവനം, മോഡേൺ സൈക്കോളജി,
യോഗ, മെഡിറ്റേഷൻ, സഹജജീവനം, സൈക്കോ ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻ അപ്രോച്ച്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ചില രോഗങ്ങൾക്ക് ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും ഒരു സിസ്റ്റത്തിലും റെമഡി ഇല്ലാത്ത കുറേ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ബെനിച്ചേട്ടൻ പറഞ്ഞ വെള്ളപ്പാണ്ട്. വെള്ളപ്പാണ്ട് നമ്മളൊരു 2003 മുതൽ വെള്ളപ്പാണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്തു വന്നു. ആ സമയത്തൊക്കെ ഞാൻ കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, സൈക്കോളജിസ്റ്റായിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു 2012 മുതൽ നിർത്തിവെച്ചു വെള്ളപ്പാണ്ടിൻ്റെ മാത്രം ചികിത്സ. പിന്നീട് നമ്മൾ വീണ്ടും തുടങ്ങുന്നത് 2020-ലാണ്. 10 വർഷത്തോളം ചെയ്തിട്ടില്ല. കാരണം ഇതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കിട്ടാനില്ല. അതായിരുന്നു അതിനുള്ള പ്രധാന കാരണം. വെള്ളപ്പാണ്ടിനെ സംബന്ധിച്ചിടത്തോളം തീപ്പൊള്ളലിന് ശേഷമുണ്ടായ വെള്ളപ്പാണ്ട്, അല്ലെങ്കിൽ കെമിക്കൽസ് കൊണ്ടുള്ള പൊള്ളിയതിന് ശേഷമുള്ള വെള്ളപ്പാണ്ട്. ഇപ്പം സിമെന്റ് കൊണ്ട് പൊള്ളി കഴിഞ്ഞാൽ അവിടെ ചിലപ്പം വെള്ളപ്പാണ്ട് വരും. തീപ്പൊള്ളലിന് ശേഷം വെള്ളപ്പാണ്ട് വരും. ഈ പൊള്ളലിന് ശേഷമുള്ള വെള്ളപ്പാണ്ടല്ലാതെ മറ്റെത്ര പഴക്കം ചെന്ന വെള്ളപ്പാണ്ടുകളും ഏത് പ്രായമുള്ളവരിലും ഏത് അവസ്ഥയിലുള്ളവർക്കും കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട്. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് 100% മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരന് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ 100%. പക്ഷേ ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ചികിത്സ എടുക്കുന്ന രോഗികളിൽ എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ടുണ്ട്. 100% മാറിയ ഒരുപാട് കേസുകളുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ള പല പ്രായങ്ങളിലുള്ളവരുണ്ട്. മറ്റൊരുപാട് ചികിത്സകൾ ചെയ്ത് മടുത്ത്, ഇവൻ ഇവിടെ വരുന്ന രോഗികളോട് ഞാനെപ്പോഴും നമ്മുടെ ഡോക്ടർമാരോട് പറയും, പേഷ്യൻസിനെ കാണുന്നൊക്കെ നമ്മുടെ ഡോക്ടേഴ്സാണ് കാണുന്നത്. ഞാനെപ്പോഴും യാത്രയിൽ അറിയാമല്ലോ. ഞാൻ അവരോട് പറയും, നിങ്ങൾ ആദ്യം രോഗികളോട് ചോദിക്കുക വെള്ളപ്പാണ്ട് മാറുമെന്ന്. 99.9% രോഗികളും പറയും മാറില്ല, ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി. കാരണം അവരുടെ ഇത്രയും കാലത്തുള്ള അനുഭവമാണ് മാറില്ല. പക്ഷേ ആദ്യത്തെ ഒരു 90 ദിവസം കൊണ്ട് തന്നെ ഒരു 1/4 ഭാഗത്തോളം മാറിക്കഴിയുന്നുണ്ട്. ആദ്യത്തെ ഒരു 21 ദിവസത്തെ ചികിത്സയിലൂടെ നമ്മൾ മരുന്നുകൾ, ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളുണ്ട്, പുറത്തുപയോഗിക്കാനുള്ള മരുന്നുണ്ട്, ആയുർവേദ വിധിപ്രകാരമുള്ള പാരമ്പര്യ വിധിപ്രകാരമുള്ള കഷായധാര, പിന്നെ നമ്മൾ പഞ്ചകർമ്മയിൽ വരുന്ന വമനം, വിരേചനം, നസ്യം, സ്നേഹവസ്തി, കഷായവസ്തി, രക്തമോക്ഷം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കൂടി ഒരു പ്രത്യേക കഷായധാര ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ചികിത്സയുടെ ഒരു പ്രത്യേകത ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. അതിൻ്റെ ഒരു ഫോമാറ്റ്, രാവിലെ ഒരു 7:30 മണിയാകുമ്പം ഉള്ളിലേക്ക് കഴിക്കാൻ ഒരു സ്വരസം, അതായത് ചില ഔഷധങ്ങളുടെ ഇടിച്ചു പിഴിഞ്ഞ നീര്, ഈ സ്വരസം കൊടുക്കും. 24 മിനിറ്റ് കഴിഞ്ഞിട്ട് കൃത്യമാണ് ആ സമയം ഈ പുറത്തുപയോഗിക്കാനുള്ള ഒരു ലേപനം കൊടുക്കും. ഈ ലേപനം കഴിഞ്ഞിട്ടിട്ട് അവർ വെയിൽ കൊള്ളുകയെന്ന് കൃത്യമായിട്ട് പറയാം. 1ാമത്തെ ദിവസം ആദ്യമായിട്ട് ആ ലേപനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കഴുകുമ്പോഴത്തേക്കും അവർക്ക് ആ വ്യത്യാസം, നിറത്തിലുള്ള വ്യത്യാസം അവർക്ക് കാണാൻ പറ്റും. ചിലരിൽ കുമിള പോലെ, തീപ്പൊള്ളിയ പോലെ കുമിള വരും, പക്ഷെ നല്ല ചൊറിച്ചിലായിരിക്കും കേട്ടോ. വെള്ളപ്പാട് മാറുന്നതിന് മുന്നേ നല്ല ചൊറിച്ചിലായിരിക്കും. ഈ കുമിള വന്നു കഴിയുന്നവരെ ഞാൻ രോഗികളോട് പറയാറുണ്ട്, കുമിള വരുന്നവർ ഭാഗ്യവാന്മാർ, പെട്ടെന്ന് പോകും. ആ കുമിള വന്നു കഴിഞ്ഞിട്ട് കാരമുള്ള്, സ്റ്റെറിലൈസ് ചെയ്ത ഒരു കാരമുള്ളവും കൊണ്ട് അത് കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തൊലിയൊക്കെ നോർമൽ സ്കിന്നായിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരേ സമയം എടുത്തിട്ടല്ല മാറുന്നത്. പല പ്രായത്തിലുള്ള അവരുടെ ശരീര പ്രകൃതി അനുസരിച്ച് മാറുന്നുണ്ട്. അവരുടെ ഭക്ഷണം, പിന്നെ റെഡ് മീറ്റ് കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. അതുപോലെ ഈ കാലപ്പഴക്കം ചെന്നാലും വിട്ടുമാറാത്ത മൈഗ്രെയിൻ ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും എത്ര മാസം എടുക്കും അതിന്റെ ഒരു മിനിമം? മൈഗ്രെയിനിൽ നമ്മുടെ തന്നെ
മെഡിസിൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ തന്നെ റിസർച്ച് പ്രൊഡക്റ്റുകളാണ്. എല്ലാം പാറ്റൻറ്റഡ് ആയിട്ടുള്ള, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള, GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള മെഡിസിൻസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈഗ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ വെള്ളപ്പാണ്ടിൽ ഇല്ലെങ്കിൽ ആസ്മ അലർജി, ബ്രോങ്കൈൽ ആസ്മ, അലർജിക് ആസ്മയൊക്കെ അത്ര പഴക്കം ചെന്നതും ഫുള്ളി നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നമ്മൾ ഇൻഹലർ ഒരു ദിവസം 3 തവണ ഇൻഹലർ ഉപയോഗിക്കുന്ന കേസുകളാണെങ്കിൽ പോലും 14 മുതൽ 21 ദിവസം കൊണ്ട് നമുക്ക് ഇൻഹലർ മുഴുവൻ നിർത്താൻ പറ്റും. ഈ ആസ്മയുടെ ഇൻഹേലർ ഉപയോഗിക്കണം, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും. യെസ്, ഇവൻ 14 മുതൽ 21 ദിവസം എന്നുള്ളത് വലിയൊരു കാലയളവാണ്. നമ്മൾ ഇത്തിരി മുന്നോട്ട് പറയുകയാണ്. ശരിക്കും 10 ദിവസം കൊണ്ട് നമുക്ക് ഇൻഹലർ നിർത്താൻ പറ്റും അല്ലേ? ഉറപ്പായിട്ടും നിർത്താം. പിന്നീട് ഈ മരുന്ന് അവര് ഫോളോ ചെയ്യേണ്ടി വരും, കുറെ കാലം കൂടെ മരുന്ന് തുടരണം. കാരണം രോഗം എന്ന് പറഞ്ഞാലും ആരോഗ്യം എന്ന് പറഞ്ഞാലും അത് ശരീരത്തിന്റെ ഒരു ശീലമാണ്. രോഗത്തിന്റെ ശീലത്തിൽ നിന്നും ആരോഗ്യത്തിന്റെ ശീലത്തിലേക്ക് മാറണം. കാരണം മാറിയാലും അത് നമുക്ക് ഫുള്ളി അത് ബോഡിയിൽ അതിന്റെ ഒരു വേരിയേഷൻ വന്നവരെ കണ്ടിന്യൂ ചെയ്യണം. അത് മാത്രമല്ല, രോഗം വരാൻ ഒരു കാരണമുണ്ട്. അത് ശരീരത്തിനുള്ളിലുള്ള കാരണമായിരിക്കാം, നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാടിലുള്ള കാരണമായിരിക്കാം. ഈ കാരണത്തിനോട് ശരീരം റിയാക്ട് ചെയ്യുന്ന ഒരു വേ ഉണ്ട്. ഇപ്പം അലർജീൻ്റെ കേസിലാണ് ശരിക്കും നമ്മൾ അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് അലർജിയെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹിസ്റ്റാമിൻ റിയാക്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ആരോഗ്യത്തിൻ്റെ രീതിയിലേക്ക്, ആരോഗ്യത്തിൻ്റെ ശീലത്തിലേക്ക് മാറാൻ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സമയം കൊടുക്കണം. അപ്പം പൂർണ്ണമായി രോഗം മാറുന്നത് വരെ നമ്മളതിൻ്റെ പഥ്യവും ജീവനശൈലിയും, അതായത് ഒന്നുമില്ല, സാത്വികമായി ജീവിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, നമുക്ക് പറ്റാത്തതിനെ മാറ്റി വയ്ക്കുക. ഈ അലർജിയിലൊക്കെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള രോഗികൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും വെള്ളപ്പാണ്ട്, സോറിയാസിസ് എത്ര പഴക്കം ചെന്ന സോറിയാസിസ് നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. അതുപോലെ ആസ്മ, അത് അലർജിക് ആണെങ്കിലും ബ്രോങ്കൈൽ ആസ്മ ആണെങ്കിലും അതിനർത്ഥം COPD നമ്മൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നല്ല. അലർജിക് ആസ്മ, ബ്രോങ്കൈൽ ആസ്മ, വിട്ടുമാറാത്ത തുമ്മല്, അതുപോലെ പ്രമേഹം, എല്ലാ ടൈപ്പ് പ്രമേഹവും. അലോപ്പതിയിൽ മാത്രമാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഒന്ന്. ആയുർവേദത്തിൽ അങ്ങനെയല്ല. പ്രമേഹം, മധുമേഹം, സിദ്ധമേഹം, ഇങ്ങനെയുണ്ട്, കുറേ ഉണ്ട്. എല്ലാ പ്രമേഹങ്ങളും മാറ്റാൻ പറ്റും. സാറേ, അതുപോലെ മൈഗ്രെയിൻ്റെ കാര്യം ഒന്നും കൂടി വിശദീകരിക്കാനായിട്ടെ. മൈഗ്രെയിൻ, ചെന്നിക്കുത്ത്, കൊടിഞ്ഞ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. മൈഗ്രെയിനിലുള്ള നമ്മുടെ റിസർച്ചും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇതിൽ വ്യക്തിപരമായിട്ടുള്ളൊരു കാരണം കൂടെ ഉണ്ട്. കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ഭാര്യ ശക്തമായ മൈഗ്രെയിനിലെ ആൾക്കാരാണ്. മൈഗ്രെയിനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ഒരു റിസർച്ച് പ്രൊഡക്റ്റായിട്ടുള്ള മൈഗ്രാക്കർ എന്ന് പറഞ്ഞ ഒരു ക്യാപ്സുളാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. കൂടെയുള്ള വേറെ 1-2 മെഡിസിൻസും, വളരെ കുറച്ച് മെഡിസിൻസ് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. പക്ഷെ എത്ര പഴക്കമുള്ള മൈഗ്രെയിൻ കേസും, അതായത് മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ കൊണ്ടാൽ, ഉയർന്ന ശബ്ദത്തിൽ നിൽക്കുമ്പോൾ, വിശന്നിരുന്നാൽ, മെൻസ്ട്രൽ ടൈമിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക. മുഖത്തോട്ട് കാറ്റടിച്ചാലൊക്കെ ചില ആൾക്കാർക്ക് നോസിയ വരും, ഛർദ്ദിക്കാനുള്ള ഒരു ഓക്കാനം വരും, ഛർദ്ദിക്കില്ല. ചില ആൾക്കാർ വൊമിറ്റ് ചെയ്യാൻ കഴിയും, ഛർദ്ദിക്കാൻ കഴിയും. ഇങ്ങനെ ഏത് എക്സ്ട്രീം കേസുകളും മൈഗ്രെയിൻ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. എത്ര പഴക്കമുള്ള മരുന്ന് മൈഗ്രെയിനും ഏത് അവസ്ഥയിലുള്ളതും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. സാർ, അതിൻ്റെ മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റും? 2 ആഴ്ച. നമ്മൾ ആദ്യം മരുന്ന് കൊടുക്കുന്ന 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസത്തേക്കാണ്. ഈ 14 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് പിന്നെ മൈഗ്രെയിൻ ഉണ്ടാവില്ല. ചിലപ്പോൾ തലവേദന ഉണ്ടാവും, ചിലപ്പോൾ തലയിലൊരു പ്രഷർ പോലെ ഫീൽ ചെയ്യും, മൈഗ്രെയിൻ്റെ തൊട്ട് മുന്നുള്ള ഒരവസ്ഥ. പക്ഷേ മൈഗ്രെയിൻ ഉണ്ടാവില്ല. അവിടെ നമ്മൾ ചില കണ്ടീഷൻ പറയും, ചോക്ലേറ്റ് കഴിക്കരുത്. നമ്മൾ പറയുന്നൊരു പ്രധാന കണ്ടീഷനാണ് ചോക്ലേറ്റ് കഴിക്കരുത്.
അതുകൊണ്ട് ചില കണ്ടീഷൻസ് പറയും. അതെ. ഇതങ്ങ് ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈഗ്രെയിൻ ഇല്ല. ഒരു കാര്യം കൂടെ, മറ്റ് രോഗങ്ങൾക്കൊക്കെ നമ്മൾ ഇത്ര കാലം കഴിഞ്ഞ് രോഗം പൂർണ്ണമായി ഭേദമായി, ഇപ്പം സോറിയാസിസോ അല്ലെ വെള്ളപ്പാണ്ടോ ഇവൻ പ്രമേഹമൊക്കെ ആണ്, രോഗം മാറിക്കഴിഞ്ഞാൽ മരുന്ന് മെല്ലെ മെല്ലെ കുറച്ചങ്ങ് നിർത്താൻ പറയും. മൈഗ്രെയിൻ്റെ കേസിൽ മാത്രം അങ്ങനെയല്ല. നമ്മൾ ആദ്യമേ രോഗികളോട് പറയും ഈ മരുന്ന് 186 ദിവസം തുടർച്ചയായി കഴിക്കണം. ഏകദേശം 6 മാസം. 6 മാസം. ഡോസേജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷെ കഴിക്കുന്ന മരുന്നുകളൊക്കെ ഒരേ. അത് പൂർണ്ണമായിട്ടും മാറും, പരിപൂർണമായിട്ടും മാറും മൈഗ്രെയിൻ. ഞാനിപ്പോൾ മൈഗ്രെയിൻ 100% മാറിയ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ. അപ്പൊ അനൂപ് സാറ് പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ മാഡമാണത്. കാലപ്പഴക്കം ചെന്ന മൈഗ്രെയിൻ മാറി ഇപ്പൊ കൂളായിട്ട് കിടക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഈ മാഡത്തിൽ നിന്ന് തന്നെ അത് കേൾക്കാം. എനിക്കൊരു ചെറുപ്പകാലം, ഒരു 10-13 വയസ്സ്. യൂഷ്വലി എനിക്കത് പിന്നെ മനസ്സിലായത്, നമുക്ക് ഈ പീരിയഡ്സ്, സ്ത്രീകൾക്ക് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ അല്ലെ അതിനോടനുബന്ധിച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് മൈഗ്രെയിൻ വരും. അപ്പോൾ പലർക്കും അത് തലവേദന വരാറുണ്ട്. അപ്പോൾ ആ പ്രായം തുടങ്ങി ഒരു 10-13 വയസ്സ് തുടങ്ങി നല്ല സിവിയറായിട്ട് തലവേദന ഉണ്ട്. ഇപ്പോൾ രാവിലെ എണ്ണീറ്റ് സൂര്യനെ നോക്കുമ്പോൾ, പിന്നെ രാത്രിയിൽ കൂടുതൽ ശബ്ദങ്ങൾ കേട്ടാൽ, യാത്ര ചെയ്യുമ്പോൾ, വിശന്നിരുന്നാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അനൂപ് സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 6 മാസത്തോളം, എൻ്റെ ഓർമ്മയിൽ 6 മാസത്തോളമാണ് മരുന്ന് കഴിച്ചത്. ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് 7 വർഷമായി. അത് കഴിഞ്ഞു. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, യാത്ര ചെയ്യുന്നു, നൈറ്റ് ഔട്ട് ചെയ്യുന്നു, ഒരു പ്രശ്നവുമില്ല. ഞാൻ കുറേ രോഗികളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, അവരുടെ അസുഖം മാറുന്നത് അവർ സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പോൾ മൈഗ്രെയിൻ മാറില്ല എന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട, നിങ്ങൾക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അപ്പോൾ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന തിയേറ്റർ നമുക്ക് കാണാം. അതുപോലെ അനൂപ് സാർ അടക്കം 3 ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. അതിൽ ഇപ്പം നമ്മൾ ഒരു ഡോക്ടറാണുള്ളത്. ആ ഡോക്ടറെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുകൂടാണ്ട് ഇവിടുത്തെ ജസ്റ്റ് കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബിനോയ് ബിരാജ്. ഞാനിവിടെ സ്വാസ്ഥ്യ മഠത്തിലെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഏകദേശം 10 വർഷമായി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഏകദേശം 3 വർഷത്തോളമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. നമ്മളിവിടെ മെയിനായിട്ട് ചികിത്സിക്കുന്നത് വെള്ളപ്പാണ്ട്, കാലപ്പഴക്കം ചെന്ന മൈഗ്രെയിൻ, അലർജി, പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചികിത്സിക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെ പഥ്യവും മരുന്നുകളും കഴിക്കുന്നവർക്ക് 100% അസുഖം ഭേദമായി കണ്ടു. ഈ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ മലയാളികൾ അടക്കം ആൾക്കാർ ഇവിടെ വന്നു താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ എക്സ്പീരിയൻസ്, അതുപോലെ അസുഖം മാറിയവരുടെ ഫോട്ടോസ് നമുക്കിപ്പോൾ കാണാം. എൻ്റെ പേര് പ്രശാന്ത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വിറ്റിൽഗോ എന്ന് പറഞ്ഞ അസുഖം എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഇതൊരിക്കലും മാറത്തില്ലെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എൻ്റെ മോക്ക് 3-ാം വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഈ അസുഖം.
ഞങ്ങൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് നടത്തി. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇംഗ്ലീഷ് മരുന്നുകൾ ഇതെല്ലാം. എൻ്റെ മോടെ വിഷമവും ഞങ്ങളും എല്ലാം വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്കൊരു ഒരാൾ പറഞ്ഞ് കോഴിക്കോട് ഇതിനെക്കുറിച്ചൊരു ഇതുണ്ടെന്നറിഞ്ഞു. ഞാൻ ആചാര്യനായിട്ട് കണ്ടക്റ്റായി. ഇപ്പം 3 മാസമായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് എൻ്റെ മോടെ ശരീരത്തിൻ്റെ പകുതി കൂടുതൽ മൂവ്മെൻറ്റ്സ് എല്ലാം ക്ലിയറായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അത് ആചാര്യൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കണക്ക് 2-3 മാസത്തിനകം അത് ക്ലിയറാക്കി തരാം, അല്ലെങ്കിൽ 4-5 മാസത്തിനകം ക്ലിയർ ആവും, ഫുള്ള് ബോഡി ക്ലിയർ ആവുന്നു. ഇത് പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളും എല്ലാം ദുഃഖിക്കും. ഞാൻ എൻ്റെ കൂട്ട് തന്നെ. അന്നേരം നിങ്ങൾക്കെല്ലാം പറയാനുള്ളത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആൾക്കാരെല്ലാം പറയും ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്ന്. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്ന്. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾ ഈ കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒരു ആയുർവേദിക് മഠമുണ്ട്. അവിടെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അവിടുത്തെ ആചാര്യൻ അറിയാം. നിങ്ങളിവിടെ വരിക, പുള്ളിക്കാരനായിട്ട് കോണ്ടാക്റ്റ് ആവുക. ഈ സോറിയാസിസ് ഇല്ലേ, ആ. അതിന്റെ ചികിത്സയും ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്യണതാണല്ലോ. അതെ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് കാലാവധി? മീൻസ് എത്ര നാളെ ചികിത്സിക്കേണ്ടി വരും? സാധാരണഗതിയിൽ തുടക്കത്തിൽ നമ്മൾ 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെയുള്ള ട്രീറ്റ്മെൻ്റ് ചികിത്സ ഇവിടുന്ന് ചെയ്യുക. ആ, പക്ഷെ ആദ്യം നമ്മൾ അവർക്ക് മെഡിസിൻസ് കൊടുത്ത് ഒരു 4 ആഴ്ചക്കൊക്കെ ശേഷമാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. ആ, കാരണം സോറിയാസിസിൻ്റെ കേസിൽ പല രീതിയിലുള്ള സോറിയാസിസ് ഉണ്ട്. ആ, തലയിൽ മാത്രം വരുന്ന സ്കാൽപ് സോറിയാസിസ്, നമ്മുടെ നഖങ്ങളിൽ വരുന്ന നെയിൽ സോറിയാസിസ്, ഗട്ടേറ്റ് സോറിയാസിസ്, പ്ലേറ്റ് സോറിയാസിസ്, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. സോറിയാസിസ് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ സോറിയാസിസിൻ്റെ ഒരു സെക്കൻഡ്സ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ചിലപ്പോൾ നമ്മുടെ ജോയിൻസിലൊക്കെ ഡിഫോമിറ്റീസ് വരും. ചില ആൾക്കാർക്ക് ഈ കൂന് പോലൊക്കെ വരും, കൈൻ്റെ വിരലുകളൊക്കെ അടിച്ച് പരത്തിയ പോലൊക്കെ ആവും. അങ്ങനെയുള്ള കേസുകളിൽ ബോൺ ഡിഫോമിറ്റീസ് വന്ന കേസിൽ തിരിച്ചെത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ലാതെയുള്ള സോറിയാസിസ് എത്ര പഴക്കം ചെന്നതും ഏത് അവസ്ഥയിലുള്ള സോറിയാസിസിനും കൃത്യമായിട്ടുള്ള ചികിത്സ ഉണ്ട്, ആയുർവേദ ചികിത്സ ഉണ്ട്. പിന്നെ ഞാനീ പറയുമ്പം ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ആയുർവേദം മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ആയുർവേദം, സിദ്ധ, പ്രകൃതി ജീവനം, സൈക്കോന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻ അപ്രോച്ച്, യോഗ, ധ്യാനം, മോഡേൺ ക്ലിനിക്കൽ സൈക്കോളജി, ഇതെല്ലാം ഉപയോഗിച്ച്. കാരണം ഇവിടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണുള്ളത്. ആയുർവേദ ഡോക്ടർമാരുണ്ട്, സിദ്ധ ഡോക്ടർമാരുണ്ട്, നാച്ചുറോപ്പതി പ്രാക്ടീഷണേഴ്സ്, യോഗ പ്രാക്ടീഷണേഴ്സ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇത് ടീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അസുഖമായിട്ട്, ശരീരത്തിനൊരു അസുഖമായിട്ട് വരുന്ന ആള് മൊത്തത്തിൽ മെന്റലിയും വളരെ പവർഫുൾ ആയിട്ട് തന്നെ പോവുള്ളൂ. മനസ്സിനും ഒരു ശാന്തി സമാധാനം കിട്ടുന്ന സിറ്റുവേഷനിൽ പോവുള്ളൂ. രോഗം എന്ന് പറയുന്നത് ശരീരത്തിനാവാം, മനസ്സിനാവാം. ഇപ്പോഴ് നിങ്ങൾ പറയണം എൻ്റെ ശരീരത്തിൽ ഒരു രോഗമില്ല, ഞാൻ ഹെൽത്തിയാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഹെൽത്തി ആവില്ല. ഭയങ്കര ടെൻഷനാണെങ്കിലോ ഹെൽത്ത് ഇല്ല. ഇനി നിങ്ങൾക്ക് മനസ്സിന് ഒരു ടെൻഷനും ഇല്ലാന്ന് വിചാരിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമസ്കാരം അല്ലെ, ഗുഡ് മോർണിംഗ് അല്ലെ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിന് വരാം, പിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ തീർന്നു. സോഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് പോയി, സാമൂഹികമായിട്ടുള്ള ആരോഗ്യം പോയി. ഇത് മാത്രം പോരാ, ഇമോഷണൽ ആയിട്ടുള്ള മെച്യൂരിറ്റി വേണം, വൈകാരികമായിട്ടുള്ള ആരോഗ്യം വേണം. ഈ കാലത്ത് ഏറ്റവും ഇല്ലാണ്ടാവുന്ന അതാ. ഈ അടുത്ത കാലത്ത് ഈ പണ്ടൊക്കെ നമ്മൾ മെൻ്റൽ ഹെൽത്ത് കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ കൂടുതൽ നമ്മുടെ മുന്നിൽ വരുന്നത് കൊഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ആണ് കൂടുതലും വരുന്നത്. നമ്മൾ സൈക്യാട്രിക് എന്ന് പറയുന്ന ഈ സ്കിസോഫ്രേനിയ, ബൈപ്പോളർ ഡിസോർഡർ, ആങ്സൈറ്റി, ന്യൂറോസിസ് ഒക്കെ വരുന്നുണ്ടല്ലോ, ആ ടൈപ്പുള്ളത്. ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കുറവായിരുന്നു. ഇപ്പോഴും ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, പെരുമാറ്റ വൈകല്യങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികളിലുള്ള, വളരെ കൃത്യമായിട്ട് പറയാം, നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം, ലോക്ക്ഡൗൺ, ഇതിനൊക്കെ ശേഷം ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതായത് ആവർത്തിച്ച് കൈ കഴുകുക, ആവർത്തിച്ച് ചെക്ക് ചെയ്യുക, സംശയങ്ങൾ. ഈ OCD കേസിൽ റിപ്പീറ്റ് ചെയ്ത് കൈ കഴുകുന്നത്, അല്ലെ വൃത്തിയാവുന്നത്, കൂടുതൽ സമയമെടുത്ത് കൈ കഴുകുന്നത്, ഇതൊക്കെയാണ് ഒരു ലക്ഷണം. ഒരു ലക്ഷണമല്ല, ഒരു ലക്ഷണം മാത്രമല്ല, OCD ഭാഗമായിട്ട് ഒരുപാടുണ്ട്.
ഇപ്പം ചെക്ക് ചെയ്യുക, കുറ്റികൾ വീണ്ടും ഇട്ടോ നോക്കുക, അതെ, ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുക, ചില ഡ്രസ്സ് പാറ്റേൺസ് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കോവിഡിന് ശേഷം, കോവിഡ് സമയത്ത് നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ മാധ്യമങ്ങളൊക്കെ ജനങ്ങളെ അവയർനെസ് കൊടുത്തു, എപ്പോഴും കൈ കഴുകണം. അതെ, അപ്പം അതുവരെ OCD രോഗമായിരുന്ന രോഗികൾ പിന്നെ അവർക്ക് രോഗമല്ല, എപ്പോഴും കൈ കഴുകണമെന്നല്ല പറഞ്ഞു, കൈ കഴുകിക്കൊണ്ടേ ഇരിക്കുക. ആ ടെൻഡൻസി ഇല്ലാത്തവർക്ക് അതിലേക്ക് വന്നു. അതായത് ഇപ്പൊ ഈ കോവിഡിന് ശേഷമാണ് ഇത്രയും കൂടുതൽ OCD കേസുകൾ വരാൻ തുടങ്ങിയത്. അതുപോലുള്ള കുട്ടികളിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. അതുപോലെ ഈ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ശരിക്കും ഒരു 2015 വരെ പ്രായമായവര്, ഒരു 60 വയസ്സിന് മുകളിലുള്ള 70 വയസ്സ് 80 വയസ്സൊക്കെ ഉള്ളവരുടെ ആത്മഹത്യകൾ കേട്ടിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. 12 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ആത്മഹത്യകൾ, 70 വയസ്സിന് ശേഷമുള്ള, അതായത് ജീവിതത്തിൽ നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല, അവര് ഈ പ്രകൃതിയോടും ചുറ്റുപാടിനോടും മല്ലിട്ട്, ഇതേപോലെ ഒന്നുമില്ലല്ലോ, കറണ്ടില്ല, കമ്മ്യൂണിക്കേഷനില്ല, യാത്രയില്ല, ഭക്ഷണവുമില്ല, വസ്ത്രവുമില്ല, ഇതിനോടൊക്കെ മല്ലിട്ട് ജീവിച്ച ആൾക്കാർ ഈ പ്രായത്തിലെത്തുമ്പം അവർക്ക് ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാകുന്നത് അവരെത്രത്തോളം ഒറ്റപ്പെടുന്നു, അവരുടെ ഡിപ്രഷൻ്റെ ഒക്കെ ഒരു സൈനാണ്. നമ്മളിവിടെ വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളിലും വൈകുന്നേരം ആകുമ്പം പ്രായമായിട്ടുള്ള കുറേ ആൾക്കാരുടെ ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരുമിച്ചിരിക്കുക, കുറച്ച് സമയം സംസാരിച്ചിരിക്കുക, പ്രശ്നങ്ങൾ പറയാം. നമ്മളവരുടെ വീടുകളിൽ പോകാറുണ്ട്. അതായത് ശരീരം, മനസ്സ്, സമൂഹം, ഇതിനെ എല്ലാത്തിനും ഒരേ സമയം നമ്മൾ അഡ്രസ്സ് ചെയ്യണം, എന്നാലേ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും അനൂപ് സാറ്, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു റയർ പേഴ്സണാണ്. സകലകല വല്ലഭൻ എന്ന് പറയുന്ന പോലെ മനസ്സിനും ശരീരത്തിനുമുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ആയുർവേദത്തിലുണ്ട്. സൈക്കോളജിയിൽ തന്നെ നിരവധി വിഷയങ്ങളിൽ PhD എടുത്തിട്ടുള്ള ഒരു റയർ പേഴ്സൺ തന്നെയാണ്. അത് സ്വന്തം റിസർച്ചുകൾ, അതായത് കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇല്ല, റയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ അത്രയും വിശേഷിപ്പിക്കണം. കാരണം ഞാനും ഓൾറെഡി ഒരു മൈൻഡ് ട്രെയിനറൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചു, ഒരു ഇൻ്റർവ്യൂ തന്നു. അത് എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോട്ടോസ്, ഈ മീൻസ് വെള്ളപ്പാണ്ടിൻ്റെയൊക്കെ അസുഖം വരുന്നതിന് മുമ്പും അതിന് ശേഷം മാറിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ താഴെ ഇടുന്നതാണ്. ഫോൺ നമ്പർ ഇടുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക, അപ്പോയിൻമെൻ്റ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും സാറ് തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.